നമുക്ക് 9:05 സെഷൻ ബിഗിൻ ചെയ്യാം. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ഞാൻ പറയുന്നത് കേൾക്കാവോ? സൗണ്ട് ക്ലിയർ ആണോ? ആ മാം, ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ടോസ് അക്കാഡമിയുടെ ഇന്നത്തെ നമ്മൾ 4 ദിവസങ്ങളായിട്ട് ഡെമോ വർക്ക്ഷോപ്പ് സെഷൻ കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് നമ്മളൊരു ലൈവ് ഓറിയൻറ്റേഷൻ, പ്രധാനമായും നമ്മുടെ ഒരു എക്സാമിൻ്റെ ഇന്നലെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ ഒരു എക്സാമിൻ്റെ HSI നാച്ചുറൽ സയൻസിൻ്റെ രീതികളെ പറ്റി പറയാനും അതോടൊപ്പം തന്നെ ഗൂഗിൾ ഫോം വഴി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ഡൗട്ടൊക്കെ കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ആൻസർ ചെയ്യാനൊക്കെ ആയിട്ടാണ്. ഒപ്പം തന്നെ നമ്മുടെ സിലബസിനെ പറ്റിയും ഒന്ന് വിശദീകരിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നൊരു ലൈവ് ഓറിയൻറ്റേഷൻ വിളിച്ചിരിക്കുന്നത്. ഞങ്ങളെ പരിചയപ്പെടുത്താം. ഓൾറെഡി ഡെമോ വർക്ക്ഷോപ്സിലൂടെ ഞങ്ങളുടെ ക്ലാസ്സുകളും നോട്ട്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ പേര് ബ്ലെസ്സി. അഞ്ജു മിസ് ആണ്, മറ്റേ അഞ്ജു ജോൺ എന്ന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് അഞ്ജു മിസ്സാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് നാച്ചുറൽ സയൻസിൻ്റെ ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ ജനറൽ പേപ്പർ മരിയ മിസ്സും അലക്സാറൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം ഇതൊക്കെയാണ് നമ്മളുടെ ഫാക്കൽറ്റി ഡീറ്റെയിൽസ്. ഇനി അടുത്തായിട്ട് നമ്മുടെ ഒരു നാച്ചുറൽ സയൻസ് നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താം. ഇന്നലെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നു. 602/2024 HSI നാച്ചുറൽ സയൻസ് മലയാളം മീഡിയത്തിലാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന ദിവസം എന്നുള്ളത് 29/1/2025 ബുധനാഴ്ചയാണ്. ആ ഒരു ഡേറ്റ് നോട്ട് ചെയ്തിടുക. കഴിവതും വേഗത്തിൽ തന്നെ അപ്ലൈ ചെയ്യുക, ലാസ്റ്റിലേക്ക് മാറ്റി വെക്കേണ്ട.
വേഗം തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാനത്തെ തീയതി 29/1/2025. ദെൻ നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളത് 18-നും 40-നും ഇടയിൽ, 18 ഇൻക്ലൂഡഡ് ആണ്, 18-40 വയസ്സ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രി, BEd, കേറ്റഡ് കാറ്റഗറി 3 ക്വാളിഫൈഡ് ആയിരിക്കണം. ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ ഡൗട്ട്സ് ചോദിച്ചിരുന്നു. ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ, മുകളിലോട്ട് എത്രയാണെങ്കിലും കുഴപ്പമില്ല, ഡിഗ്രി മിനിമം ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ ഡിഗ്രി ഇൻ നമ്മുടെ സബ്ജക്ട് ബോട്ടണി, സുവോളജി. ഓക്കെ. ദെൻ അതുപോലെ തന്നെ BEd ഇൻ നാച്ചുറൽ സയൻസ്, കേറ്റഡ് കാറ്റഗറി 3 എക്സാം ക്വാളിഫൈ ചെയ്ത ആളായിരിക്കണം. അപ്പോൾ കുറേ പേരുടെയൊക്കെ ഒരു ഡൗട്ടായിരുന്നു, ഈ വരാൻ പോകുന്ന എക്സാം അറ്റൻഡ് ചെയ്യാനിരിക്കുകയാണ്, അത് ക്വാളിഫൈ ചെയ്താൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന്. നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കണം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു കാര്യം പോസിബിൾ ആയിട്ടുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. ഓൾറെഡി റിസൾട്ട് വന്ന് കേറ്റഡ് ക്വാളിഫൈഡ് ആയവർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ദെൻ എക്സെപ്ഷൻസ് വരുന്നത് നെറ്റ്, സെറ്റ്, MPhil, PhD, M.Ed ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു കേറ്റഡ് കാറ്റഗറി 3 ക്വാളിഫൈ ചെയ്യലിൽ നിന്ന് അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത്. ഇനി നമ്മുടെ സിലബസിനെ സംബന്ധിച്ചും എക്സാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ എക്സാം 100 മാർക്സിലാണ്, നെഗറ്റീവ് മാർക്ക് ഉണ്ട്. എക്സാം ഡ്യൂറേഷൻ എന്നുള്ളത് 1 hour 30 minutes ആണ്. നമ്മുടെ എൻറ്റയർ സിലബസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പാർട്ട് A ആൻഡ് പാർട്ട് B. പാർട്ട് A ജനറൽ പേപ്പർ, ജനറൽ പാർട്ടായിട്ടാണ് വരുന്നത്. ആ പാർട്ടിൽ 20 ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും ചോദിക്കുന്നത്, ആ കാര്യം ഓർക്കുക. പാർട്ട് A ജനറൽ പാർട്ടിൽ 3 മൊഡ്യൂൾസ് ആണ് വരുന്നത്: റെനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട്. ഇവിടെ നാച്ചുറൽ സയൻസ് ആണ് നമ്മുടെ ടീച്ചിങ് ദ സബ്ജക്ട് നമ്മൾ നോക്കേണ്ടത്. സോ ഇതാണ് നമ്മുടെ ജനറൽ പാർട്ടിൽ വരുന്ന 3 മൊഡ്യൂൾസ്. അപ്പം ഈ ഒരു ജനറൽ പാർട്ടിലെ ഏരിയാസ് എല്ലാം ഇംഗ്ലീഷിലാണ്. ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇംഗ്ലീഷിലായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. ദെൻ നമ്മുടെ നാച്ചുറൽ സയൻസ് സബ്ജക്ട് പാർട്ടിലോട്ട് വരുമ്പോൾ 80 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് മലയാളം മീഡിയത്തിൽ സബ്ജക്ട് പാർട്ടിൽ നിന്നായിരിക്കും. സബ്ജക്ട് പാർട്ട് സിലബസ് കണ്ടിട്ടുള്ളവർക്കറിയാം, വളരെ വിശാലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിഗ്രി ലെവലിൽ പഠിച്ചതും PG ലെവലിൽ വരെ പഠിച്ച കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വളരെ വൈഡ് ആയിട്ടുള്ളൊരു സിലബസ് ആണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഹലോ ഓക്കെ, നമ്മുടെ നാച്ചുറൽ സയൻസ് സിലബസ് ഓക്കെ. ഇനി നമുക്ക് നാച്ചുറൽ സയൻസ് നമ്മുടെ പാർട്ട് B നമുക്ക് 80 മാർക്സ് സ്കോർ ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു 8 മൊഡ്യൂൾസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനോടൊപ്പം കഴിഞ്ഞ 3 ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ അനലൈസ് ചെയ്തതിൻ്റെ ബേസിൽ ഓരോ മൊഡ്യൂൾസിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നതെന്നൊരു ഏകദേശം ഐഡിയ ഉണ്ടാക്കേണ്ട ബേസിലാണ് ഇങ്ങനെ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്നുള്ളത് ആനിമൽ ഡൈവേഴ്സിറ്റി ആണ് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂൾ വരുന്നത്. വിറ്റേക്കേഴ്സ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അതുപോലെ ആനിമൽ കിങ്ഡത്തിനാണ് അവിടെ ഫോക്കസ് പോകുന്നത്. വിറ്റേക്കേഴ്സ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിക്കണം. അവിടെ ഫോക്കസ് പോയിരിക്കുന്നത് മെയിനായിട്ട് ആനിമൽ കിങ്ഡത്തിലേക്കാണ്. ആനിമൽ കിങ്ഡത്തിൽ നോൺ കോഡേറ്റ്സ്, കോഡേറ്റ്സ് രണ്ടും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും 8ഓളം മാർക്കിന്റെ ക്വസ്റ്റ്യൻ പല രീതിയിൽ എക്സാമ്പിൾ ബേസ്ഡ് ഒക്കെ ആയിട്ട് 8ഓളം ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്ന് കണ്ടിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഇന്നൊരു സ്റ്റഡി മെറ്റീരിയൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മൊഡ്യൂൾ 1 ബേസ്ഡ് ആയിട്ട്. അതിൽ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചില ക്വസ്റ്റ്യൻ മോഡൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരിക്കലും +2 ലെവൽ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കരുത് ഈ ഒരു ആനിമൽ ഡൈവേഴ്സിറ്റി എന്നുള്ള ഏരിയ പഠിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഡിഗ്രി ലെവൽ തന്നെ യൂസ് ചെയ്ത് ഈ ആനിമൽ ഡൈവേഴ്സിറ്റി എന്നുള്ള മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. +1 നമുക്ക് ആനിമൽ ഡൈവേഴ്സിറ്റി ഒരു ചാപ്റ്റർ ഉണ്ട്, അത് നമ്മുടെ ബേസിക് നോളജ് ആണ്, അത് പഠിക്കുക. കൂടുതൽ റെഫറൻസിനായിട്ട് നമുക്ക് ഡിഗ്രി തന്നെ ഉപയോഗിച്ച് ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ മൊഡ്യൂൾ 2 പോകുമ്പോൾ ഫിസിയോളജി, ബയോകെമിസ്ട്രി ആൻഡ് മെറ്റബോളിസം, ഡെവലപ്മെന്റൽ ബയോളജി 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദെൻ മൊഡ്യൂൾ 3 സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി,
ജെനറ്റിക്സ്, ബയോടെക്നോളജി ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സ്. ഇതിൽ സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ഏരിയാസ്, ഒരു സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ ആണ്. സോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു തീർക്കേണ്ട. ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ജെനറ്റിക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ദെൻ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് എക്കോളജി, എത്തോളജി ആൻഡ് എവല്യൂഷൻ, ദെൻ സൂ ജിയോഗ്രഫി. മാക്സിമം 6 മാർക്കിൻ്റെ ഒരു അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല ഈ ഒരു ഏരിയയിൽ നിന്ന്. എങ്കിലും പഠിക്കേണ്ടതാണ്. 6 മാർക്കോളം പല ഏരിയസിൽ നിന്ന് 6 മാർക്കോളം ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിട്ടുള്ളത്. മൊഡ്യൂൾ 5 നോക്കാം. മൊഡ്യൂൾ 5 വരുന്നത് മൈക്രോബയോളജി, മൈക്കോളജി, ലൈക്കനോളജി, പ്ലാന്റ് പാത്തോളജി, ബ്രയോളജി, ടെറിഡോളജി, ജിംനോസ്പേം, പാലിയോബോട്ടണി. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ്. സെൽ ബയോളജി പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത മൊഡ്യൂളാണ് ഈ ഒരു ബോട്ടണി ഏരിയാസ് കൂടുതൽ കയറി വരുന്ന ഈ ഒരു മൊഡ്യൂള്. മാക്സിമം 12 മാർക്സ് ആണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദെൻ 6th മൊഡ്യൂൾ മോർഫോളജി, സിസ്റ്റമാറ്റിക്സ്, എക്കണോമിക് ബോട്ടണി, അനാറ്റമി, നോഡൽ അനാറ്റമി, എംബ്രിയോളജി, ക്രോപ്പ് ഇംപ്രൂവ്മെന്റ്. ദെൻ അതിൽ തന്നെ മോർഫോളജി പാർട്ട് ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളതാണ്. ദെൻ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും കണ്ടിട്ടുള്ളതാണ്. ദെൻ 7th മൊഡ്യൂൾ പ്ലാന്റ് ഫിസിയോളജി ആൻഡ് മെറ്റബോളിസം. പ്ലാന്റ് ഫിസിയോളജി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ദെൻ ബയോകെമിസ്ട്രി, എവല്യൂഷൻ, മാക്സിമം ക്വസ്റ്റ്യൻ ആണ് കണ്ടിട്ടുള്ളത്. ദെൻ 8th മൊഡ്യൂൾ 5 മിസ് 8th മൊഡ്യൂൾ. ഓക്കെ, ലാസ്റ്റ് സ്ലൈഡ്. നമ്മുടെ 8th മൊഡ്യൂളായിട്ട് വരുന്നത് എൻവയോൺമെന്റൽ ബയോളജി ആണ്. എൻവയോൺമെന്റൽ ബയോളജിയിൽ നിങ്ങൾക്ക് എക്കോസിസ്റ്റത്തെ പറ്റിയും നാച്ചുറൽ റിസോഴ്സസ് അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആ ഒരു ഏരിയയ്ക്കാണ് നമ്മൾ 8th മൊഡ്യൂളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, എൻവയോൺമെന്റൽ ബയോളജിയിൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിലേക്ക് ഫോക്കസ് പോകണം. കാരണം ഓരോ നാഷണൽ പാർക്കുകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. സോ ഈ ഒരു രീതിയിലാണ് നമ്മുടെ മൊഡ്യൂളിന്റെ ഡീറ്റെയിൽസ് പോകുന്നത്. നമുക്ക് ഇനി നമ്മുടെ ഒരു ബേസിക് റെഫറൻസിലേക്ക് നോക്കാം. ഹലോ ഹലോ കേൾക്കാവോ? കേൾക്കാം ജിമിസ്. ഓക്കെ. പ്രസന്റ് ആക്കിക്കോട്ടെ, എൻ്റെ മൈക്ക് ഓൺ ചെയ്തതാണ്. അപ്പം നമ്മൾ റെഫറൻസ് ചെയ്യേണ്ട ബുക്കുകൾ പ്രധാനമായിട്ടും 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള SCERT ബുക്ക് നിർബന്ധമായിട്ടും നിങ്ങൾ നോക്കിയിരിക്കേണ്ടതാണ്. അതേപോലെ +1 +2ൻ്റെ NCERT ബുക്ക്, എല്ലാം ബയോളജി ബുക്കും മലയാളത്തിൽ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അതുപോലെ ചില ടോപ്പിക്കുകൾ ഡിഗ്രി PG ലെവലാണ്. എസ്പെഷ്യലി നമ്മുടെ മൊഡ്യൂൾ 5 ബ്രയോളജി, ടെറിഡോളജി, ജിംനോസ്പേം ഒക്കെ ആ മൊഡ്യൂൾ 5 മുഴുവൻ ഏതാണ്ട് ഡിഗ്രി ലെവലാണ്. ടൈപ്പ് സ്റ്റഡി വരെ പഠിക്കാനുണ്ട്. നമുക്ക് ഓരോന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സിലബസിൽ. അതേപോലെ നൈട്രജൻ മെറ്റബോളിസത്തെ നമുക്ക് ഡിഗ്രി ലെവൽ പഠിക്കേണ്ടതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ഡിഗ്രി PG ലെവലിൽ നോക്കേണ്ടതാണ്. ഇനി നമ്മുടെ ടോപ്പ് സ്ട്രാറ്റജീസ് ഫോർ HS നാച്ചുറൽ സയൻസിനാണ്. നമുക്കിനി ഒരു 8 മാസം കിട്ടും. ഇപ്പം നമ്മുടെ നിലവിൽ വന്നത് ആഗസ്റ്റ് ഒക്ടോബർ ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓഗസ്റ്റ് തന്നെ എടുക്കാം. ഓഗസ്റ്റിൽ എക്സാം ഉണ്ടെങ്കിൽ ഒരു 8 മാസം നമുക്ക് മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 6 ടേമായിട്ടാണ് നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യത്തെ 4 ടേമിൽ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും. ആദ്യത്തെ 4 ടേമിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് 2 ടേം അവസാനത്തെ 2 ടേമിൽ നമ്മൾ റിവിഷൻ ആയിരിക്കും. അത് സ്ലോ റിവിഷനും ഉണ്ടാവും, ഫാസ്റ്റ് റിവിഷനും ഉണ്ടാവും. നമ്മൾ ആ ഡ്യൂറേഷൻ അനുസരിച്ചിരിക്കും. ഇനി ഓഗസ്റ്റ് അല്ല ഒക്ടോബറിലാണ് എക്സാം വരുന്നതെങ്കിൽ നമുക്ക് 2 മാസം ബോണസായി കിട്ടും. അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. ദെൻ നമ്മളെ ക്ലാസ് മൺഡേ ടു ഫ്രൈഡേ ആണ്. മൺഡേ മുതൽ തേഴ്സ്ഡേ വരെ സബ്ജക്റ്റ് പാർട്ടും ഫ്രൈഡേ ജനറൽ പാർട്ടിൻ്റെ ക്ലാസ്സും ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ദെൻ പ്രാക്ടീസ് ടു പെർഫെക്ഷൻ. നമ്മൾ ഒരു കാര്യം പഠിച്ചാൽ മാത്രം പോരാ, ആ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് നല്ല വൃത്തിക്ക് അറ്റൻഡ് ചെയ്യാനും പഠിക്കണം. ദെൻ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അക്കാഡമിയിൽ നമുക്ക് മൺഡേ ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. പ്രീവിയസ് വീക്ക് പഠിച്ച ടോപ്പിക്കിനെ ബേസ് ചെയ്ത് മൺഡേ ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും. ദെൻ മന്ത്ലി ടെസ്റ്റ് പേപ്പർ, റിവിഷൻ ടെസ്റ്റ്, അതേപോലെ ടോപ്പിക് വൈസ് ടെസ്റ്റ് പേപ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയാണ്. നമ്മൾ ടോപ്പിക്ക് പഠിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ.
ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പഠിക്കണം. ദെൻ നമ്മുടെ എക്സാം പാറ്റേൺ അറിയാലോ, MCQ ആണ്, ഒരിക്കലും ഡിസ്ക്രിപ്റ്റീവ് അല്ല. ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനി ആവത്തുമില്ല. ഇപ്പം KS അതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാം ഒക്കെയാണ് ഇപ്പം നമുക്ക് MCQ ഡിസ്ക്രിപ്റ്റീവ് ആക്കിയിട്ടുള്ളത്. HSI ഇപ്പോഴും MCQ തന്നെയാണ്. ഇനി നമ്മൾ ലൈവ് ഓറിയന്റേഷൻ രണ്ടാമത്തെ സെക്ഷനിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾ ഗൂഗിൾ ഫോമിൽ ഒരുപാട് ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൻ്റെയൊക്കെ ആൻസറുമായിട്ടാണ് അടുത്ത സെക്ഷൻ വരുന്നത്. നെഗറ്റീവ് മാർക്ക് തീർച്ചയായിട്ടും നമുക്ക് എക്സാമിനുണ്ട്. 0.33 ആണ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരുന്ന നെഗറ്റീവ് മാർക്ക്. അതുപോലെ ഒരാളെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഈസ് ദർ എനി ചാൻസ് ഫോർ ഫ്രീക്വൻലി ആസ്ക്ഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഒരിക്കലും റിപ്പീറ്റ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് കുറവാണ്, പക്ഷെ ഒരു ഏരിയന്ന് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വരാം. ഇപ്പം നമ്മൾ ഫോട്ടോസിന്തസിസ് എടുക്കുവാണെങ്കിൽ ആ ഏരിയയിൽ നിന്ന് എന്തായാലും 2 ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പാണ്. അല്ലാണ്ട് സെയിം ഇപ്പം പ്രകാശഘട്ടം നടക്കുന്നത് എവിടെയാണ്, ആ ക്വസ്റ്റ്യൻ അടുത്ത വർഷം വരണമെന്നില്ല. അവിടെ ചിലപ്പോൾ അടുത്ത ഇരുണ്ട ഘട്ടം നടക്കുന്ന എവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കണ്ട, പ്രതീക്ഷിക്കണ്ട, പക്ഷെ റിപ്പീറ്റഡ് ഏരിയ അത് ഫോക്കസ് ചെയ്യണം. ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, SCRT ബുക്കിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ദെൻ NCRT ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ദെൻ കുറച്ചുകൂടി നമുക്ക് ആലോചിച്ച് ഇതാണുള്ള നമുക്ക് റാങ്ക് ഡിറ്റർമിൻ പ്രോബ്ലംസും വരെ നമുക്ക് വരാവുന്നതാണ് ക്വസ്റ്റ്യൻസിൽ. അടുത്തത്, ക്യാൻ വി പ്രഡിക്ട് ദ കട്ട് ഓഫ്. നമുക്ക് ഒരിക്കലും കട്ട് ഓഫ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എക്സാം വളരെ എളുപ്പമാണെങ്കിൽ കട്ട് ഓഫ് വളരെ ഹൈ ആയിരിക്കും, എക്സാം ബുദ്ധിമുട്ടാണെങ്കിൽ കട്ട് ഓഫ് കുറവായിരിക്കും. അങ്ങനെയാണ് ട്രെൻഡിങ്. അതുപോലെ തന്നെ ഓരോ ജില്ലയ്ക്കും ഓരോ കട്ട് ഓഫ് ആണ്. ഓരോ ജില്ലയിൽ എത്ര പേര് എഴുതുന്നു എന്നൊക്കെ വെച്ചിട്ടാണ് ഓരോ ജില്ലയിൽ കട്ട് ഓഫ് വരുന്നത്. എന്നിട്ട് കട്ട് ഓഫ് നമുക്കിപ്പം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് വേണമെന്ന് പറയാം ഈ റേഞ്ചിൽ വരാം, കാരണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കാണുമല്ലോ. ദെൻ നാച്ചുറൽ വേക്കൻസി, അതും നമുക്ക് അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ഡിസ്ട്രിക്റ്റിലും ഡിപ്പെൻഡ്, ഇപ്പോൾ സ്കൂള്, അതേപോലെ റിട്ടയർമെന്റ്, പ്രൊമോഷൻസ്, ഇതിനെ 3നെയും ബേസ് ചെയ്തിരിക്കും നമുക്ക് വേക്കൻസി വരുന്നത്. ദെൻ അടുത്തായിരുന്നു എല്ലാവരുടെയും സംശയം, MSc ക്വാളിഫിക്കേഷൻ ആവുമോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും. നിലവിൽ എന്തായാലും ഈ ഇന്റഗ്രേഷൻ വന്നിട്ടില്ല, MSc വന്നിട്ടില്ല. അതിന്റെ റിപ്പോർട്ടും കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇത് കുറച്ച് സമയം പിടിക്കുന്ന ഒരു ഏർപ്പാടാണ്. അതുകൊണ്ട് നിലവിൽ നിങ്ങൾ ആരും പേടിക്കണ്ട, MSc ക്വാളിഫിക്കേഷൻ ആക്കിയിട്ടില്ല, ഭാവിയിൽ വരാം. ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓരോ ഡിസ്ട്രിക്റ്റിലെ വേക്കൻസി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പം മലപ്പുറം ജില്ലയിലാണ് കഴിഞ്ഞ HSIയുടെ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയത്. അത് കണ്ടു തന്നെ അവിടെ എന്ത് ചെയ്യും, അടുത്ത ഈ HSI നിങ്ങളും ചിലപ്പോൾ എല്ലാവരും മലപ്പുറം ജില്ല ചൂസ് ചെയ്യും. ദെൻ അവിടെ എഴുതുന്ന ആൾക്കാരുടെ എണ്ണം കൂടും, അപ്പം അതിനനുസരിച്ച് കട്ട് ഓഫും കൂടും. അപ്പം നമ്മൾ ഈ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് നമ്മൾ കുറച്ച് ആലോചിച്ചിട്ടൊക്കെ ചെയ്യുക, അല്ലാണ്ട് നമ്മൾ പ്രീവിയസ് എന്താണോ നോക്കിയിട്ട് ചെയ്യുന്നത് അത്ര ആപ്റ്റ് ആവില്ല. ഒന്ന് നന്നായി വിശകലനമൊക്കെ ചെയ്ത് സ്കൂളിലെ ഒക്കെ എണ്ണം നോക്കുക. അതേപോലെ പ്രൊമോഷൻസ് ഉണ്ട് നമുക്ക് HSIയിൽ. ദെൻ റിട്ടയർമെന്റ്. ഇനി ഇപ്പം നിലവിലുള്ള ലിസ്റ്റ് ഒരിക്കലും തീർന്നിട്ടില്ല. ഈ ഓഗസ്റ്റ് നമ്മുടെ എക്സാമിന്റെ ടൈമിലാണ് ഈ നിലവിലുള്ള ലിസ്റ്റ് തീരുന്നത്. അപ്പൊ ഇപ്പൊ നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് ഇനിയും ആൾക്കാർ പോവാം. പക്ഷെ നിങ്ങൾക്ക് ചാൻസ് ഇല്ല എന്നല്ല, ഇനി 3-4 വർഷം ഉണ്ടാവും നമ്മുടെ ലിസ്റ്റ്. ആ വർഷത്തിനുള്ള എന്താ റിട്ടയർമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്കും ചാൻസ് ഉണ്ടാവും, ഏത് ജില്ലയിലാണെങ്കിലും. ഇത് നമ്മുടെ നിയമന നിലയാണ്. ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞു മലപ്പുറത്താണ് പോയത്. പക്ഷെ മലപ്പുറത്ത് 141 റാങ്ക് ലിസ്റ്റ്, മെയിൻ റാങ്ക് ലിസ്റ്റിലെ എണ്ണമാണ്. അതിൽ 47 അഡ്വൈസ് പോയി. ഏറ്റവും ലാസ്റ്റ് പോയത് 3/12/2024 ദെൻ പിന്നെ പോയത് 35 കാസർഗോഡ് ജില്ലയിലാണ്. 48 പേരുണ്ട് മെയിൻ ലിസ്റ്റിൽ, അതിൽ 35 പേർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. ഏറ്റവും കുറവ് പോയ ജില്ലയാണ് കോട്ടയം, ഒരു അഡ്വൈസ് മാത്രമേ പോയിട്ടുള്ളൂ. അത് 10 പേരുണ്ട് മെയിൻ ലിസ്റ്റിൽ. കണ്ട, അപ്പം മെയിൻ ലിസ്റ്റിൽ ആൾക്കാരുടെ എണ്ണം കുറവാണ്. അതേപോലെ നോക്കേണ്ടത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ 57 പേരെ ലിസ്റ്റിലുള്ളൂ, മെയിൻ ലിസ്റ്റിലുള്ളൂ. അതിൽ 30 പേർക്കും ജോലി കിട്ടിയിട്ടുണ്ട്. അതുപോലെ കണ്ണൂര് 40-ൽ 27 പേർക്കും അഡ്വൈസ് കിട്ടി. തിരുവനന്തപുരം, തെക്കൻ ജില്ലയിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്ത് 27 മെയിൻ ലിസ്റ്റ് ഉണ്ട്, പക്ഷെ 16 പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അതേപോലെ അവിടെ നമ്മുടെ പത്തനംതിട്ടയൊക്കെ കുറവാണ്, 3 അഡ്വൈസേ പോയിട്ടുള്ളൂ. എറണാകുളം 2, ഇടുക്കി 2, ദെൻ കോഴിക്കോട് 2. കോഴിക്കോട് അത്ര വലിയ ജില്ലയായിട്ട് പോലും വെറും 2 അഡ്വൈസ് മാത്രമേ പോയിട്ടുള്ളൂ. 48 പേര് ലിസ്റ്റിലുണ്ട്. ക്ലിയർ ആയോ?
ഹലോ? ഹലോ? കേക്കാവോ? ആ. കേൾക്കാം ഹലോ കേക്കാം. നിങ്ങൾക്ക് ഇതിന്റെ ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏത് സമയത്ത് അതിന് വേണ്ടിയുള്ള സമയമാണ്. നമ്മുടെ കോച്ചിങ്ങിനെ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ HSA ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. മാം പിന്നില്ലേ LP UP എഴുതുന്ന സമയത്ത് ഈ ഇംഗ്ലീഷ് മലയാളം പഠിക്കാത്തവർക്ക് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ആ അതുപോലെ HSAക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ? ഇതുവരെ നോട്ടിഫിക്കേഷനിൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല ഇല്ല. അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. അതൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാരണം നമ്മുടെ ക്വാളിഫിക്കേഷൻ എബവ് ഡിഗ്രി ലെവലാണ്. ഓക്കെ മാം, താങ്ക് യു. ഡിഫറെൻ്റ് ആയിരിക്കും. ഹലോ മാം. ഹലോ, കേൾക്കാവോ മാം? കേൾക്കാം പറയാം. മാം, ഈ കാറ്റഗറി വൈസുള്ള ലിസ്റ്റിൻ്റെ ടേൺ എങ്ങനെയാണ് വരുന്നതെന്നറിയോ മാം? ഇപ്പം LCയുടെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പം മലപ്പുറത്ത് നിന്ന് എത്രണ്ണം പോയിട്ടുണ്ട്, അങ്ങനെ ഉള്ളൊരു ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ മാം? നമുക്ക് സൈറ്റിൽ കിട്ടും കേട്ടോ. PSC സൈറ്റിൽ കറക്റ്റ് ഉണ്ട്. അഡ്വൈസ് പോയ ഏത് കാറ്റഗറിയാണ് റൊട്ടേഷൻ അനുസരിച്ച് കറക്റ്റ് PSC സൈറ്റിലുണ്ട്. അഡ്വൈസ് ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഓരോ ജില്ലയിലും ഓരോ ടേൺ ആയിരിക്കും കേട്ടോ. മാം, അത് കറക്റ്റായിട്ട് ഇങ്ങനെ ടേൺ അനുസരിച്ച് തന്നെയാണ് പോകണം. അപ്പം ഇപ്പം നിൽക്കുന്ന ലിസ്റ്റിൽ നിന്ന് LC ഇപ്പം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വരുന്ന ലിസ്റ്റിൽ നിന്ന് LC പോകും, അങ്ങനെയൊക്കെ ഉണ്ടോ മാം? അതിൻ്റെ ഒരു ക്ലാരിറ്റി. ഓക്കെ, അപ്പം ഈ ലിസ്റ്റ് കാലാവധി തീരുന്നതോടുകൂടി ടേൺ അവസാനിക്കുന്നില്ലല്ലോ മാം? അത് ഒന്നുകൂടെ ചോദിക്കാവോ? ഇപ്പം നിലവിലൊരു ലിസ്റ്റ് ഉണ്ടെന്ന് മാം പറഞ്ഞല്ലോ. അപ്പം ആ ലിസ്റ്റിൽ നിന്ന് എടുത്തില്ലെങ്കിൽ ഇപ്പം ആ ലിസ്റ്റിൽ LCയിൽ ആളില്ല, LCയിൽ ലാസ്റ്റ് വരെ പോയി കഴിഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത വരുന്ന ലിസ്റ്റിൽ നിന്നല്ലേ എടുക്കുന്നത്? അതെ, അടുത്ത വരുന്ന ലിസ്റ്റിൽ നിന്ന് ആ ടേൺ പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ മാം, താങ്ക് യു. നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. അതായത് എനിക്ക് LP UP CBSE ഞാൻ മലയാളം എക്സാം എഴുതാത്തത് കൊണ്ട്, മലയാളം സബ്ജക്ട് ചൂസ് ചെയ്യാത്തതുകൊണ്ട് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എനിക്ക് LP UP അവസാനമായപ്പോൾ അതിനൊരു ബുദ്ധിമുട്ട് വന്നിരുന്നു. എലിജിബിൾ അല്ല എന്ന രീതിയിൽ ഞങ്ങളുടെ കോച്ചിങ് സ്ഥലത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ അതേപോലെ ഒരു ബുദ്ധിമുട്ട് HSL ഇതുവരെ ഇല്ല എന്ന് തന്നെയല്ലേ മാം ഉദ്ദേശിച്ചത്? ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അയാൾ പേരൊന്ന് പറയാവോ? ആരാ പേരൊന്ന് പറയാവോ? എന്റെ പേര് മനീഷ. ഞങ്ങളൊന്ന് അന്വേഷിച്ച് മനീഷ ഞാൻ കോണ്ടാക്ട് ചെയ്യാന്നായിരിക്കും കേട്ടോ. ഇനി ഡൗട്ട് വേണ്ട, ഞങ്ങളൊന്ന് റെഫർ ചെയ്തിട്ട് പറയുന്നതായിരിക്കും. ഇതുവരെ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല, അതുകൊണ്ടാണേ. താങ്ക് യു. അങ്ങനെ അന്വേഷിച്ച് പറയുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. കാരണം വേറെ വഴികളൊന്നും അറിയാൻ ഇത് ഉണ്ടായിരുന്നില്ല ആ സമയത്തൊന്നേ. ഓക്കെ, പറയാം. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ. ദെൻ ആതിര PV ചോദിച്ചിട്ടുണ്ട്, ഡിഗ്രി ബേസ് ചെയ്തല്ലേ അപ്ലൈ ചെയ്യേണ്ടത്? അതെ, PG അല്ല, ഇപ്പം ഡിഗ്രി ബേസ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്.
മൈൻഡ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർമ്മപ്പെടുത്തുന്ന കാര്യം, 8 മാസം മുന്നിലുണ്ട് എന്ന് കരുതി നമ്മുടെ പഠനം ഒരിക്കലും നാളത്തേക്ക് മാറ്റി വെക്കരുത്. ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. നമ്മൾ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നതെങ്കിലും എന്തൊക്കെ എങ്ങനെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും നാളെ എന്നൊരു ദിവസം നമുക്ക് മാറ്റി വെക്കാനില്ല. ഈ ഒരു 8 മാസത്തെ നമ്മുടെ അധ്വാനമാണ് അത് കഴിഞ്ഞുള്ള നമ്മുടെ ഫ്യൂച്ചറിനെ നിർണ്ണയിക്കുന്നത്. ആ ഒരു രീതിയിൽ കണ്ടിട്ട് ഈ ഒരു 8 മാസം ഹാർഡ് വർക്ക് ചെയ്താൽ ആ ലിസ്റ്റിൽ നമ്മളും ഉണ്ടായിരിക്കും. ആ ഒരു പ്രതീക്ഷയോടെ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും നല്ല രീതിയിൽ ഈ ഒരു 8 മാസം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇനി പ്രതീക്ഷയോടെ പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ആ ഒരു പ്രതീക്ഷയോടെ പഠിക്കാനുള്ള എല്ലാം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ആ ഒരു എനർജി ഒക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.